വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് 14 എലമെന്റ്സ് വിച്ച് ഈസ് കാർബൺ ഫാമിലി ആണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കാർബൺ ഫാമിലി അതായത് ഗ്രൂപ്പ് 14 വരുന്ന മെമ്പർ ഓഫ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ആദ്യമേ നോക്കാം. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്, ഇത്രയാണ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് 14 എലമെന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി കാർബൺ ഫ്രീ ആയിട്ടും കമ്പൈൻഡ് സ്റ്റേറ്റിലും നമ്മുടെ നേച്ചറിൽ അവൈലബിൾ ആണ്. ഓക്കെ, എലമെന്റൽ സ്റ്റേറ്റിൽ കാർബൺ എക്സിസ്റ്റ് ചെയ്യുന്നത് ആസ് കോൾ, ഗ്രാഫൈറ്റ് ആൻഡ് ഡയമണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി കമ്പൈൻഡ് സ്റ്റേറ്റിലാണെങ്കിൽ കാർബൺ ഈസ് പ്രസന്റ് ആസ് മെറ്റൽ കാർബണേറ്റ്സ്, ഹൈഡ്രോകാർബൺസ്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആസ് ഇൻ എയർ. ഓക്കെ, അപ്പൊ എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് കാർബൺ എന്ന് പറയുന്ന എലമെന്റ്. ഈ കാർബണിന് രണ്ട് സ്റ്റേബിൾ ഐസോടോപ്സ് ആണുള്ളത്, കാർബൺ 12ഉം കാർബൺ 13ഉം. ഓക്കെ, ഓൾസോ ആ തേർഡ് ഐസോടോപ്പ് കാർബൺ 14ഉം പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാർബൺ 14 എന്ന് പറയുന്ന ഐസോടോപ്പ് ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ആണ്. അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 5770 ഇയേഴ്സ് ആണ്. അത് നമ്മൾ റേഡിയോ കാർബൺ ഡേറ്റിംഗിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ എർത്ത് ക്രസ്റ്റില് സെക്കൻഡ് മോസ്റ്റ് അബുണ്ടന്റ് എലമെന്റ് ആയിട്ട് അറിയപ്പെടുന്നത് സിലിക്കൺ ആണ്. അത് നേച്ചറിൽ പ്രസന്റ് ആയിരിക്കുന്നത് രണ്ട് ഫോംസിലാണ്, ആസ് സിലിക്ക ആൻഡ് സിലിക്കേറ്റ്സ്. ഇതിൽ നമ്മൾ സിലിക്കൺ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സെറാമിക്സില്, ഗ്ലാസ്സില്, സിമെന്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലൊക്കെയാണ്. ഓക്കെ, ജെർമേനിയം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതൊരു സ്മോൾ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിയിൽ മാത്രമായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെഡ് occurs mainly as cassiterate which is SnO2 and lead occurs as galena which is PbS. ഓക്കെ, ഇനി നമ്മൾ അൾട്രാ പ്യൂർ ഫോം ഓഫ് ജെർമേനിയം, സിലിക്കണും നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ്, സെമി കണ്ടക്ടർ ഡിവൈസസ് ഇതിന്റെ മേക്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കോവാലന്റ് റേഡിയസ് നോക്കുകയാണെങ്കിൽ കാർബൺ ടു സിലിക്കൺ വരെ ഒരു കൺസിഡറബിൾ ഇൻക്രീസ് ഉണ്ടാവും കോവാലന്റ് റേഡിയസിൽ. സിലിക്കൺ ടു ലെഡ് വരെ ഒരു സ്മോൾ ഇൻക്രീസ് ഇൻ റേഡിയസ് മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് ഹെവിയർ മെമ്പേഴ്സിൽ പ്രസന്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് കാണുന്നത്. ഇനി അയണൈസേഷൻ എൻതാൽപ്പി നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് മെമ്പർ ഓഫ് ഗ്രൂപ്പ് 13 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സംവാട്ട് ഹയർ ആയിട്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇന്നർ കോർ ഇലക്ട്രോൺസിന്റെ പ്രസൻസും ഈ ഗ്രൂപ്പ് 14 എലമെന്റ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ആസ് എ റിസൾട്ട് അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്, ഗ്രൂപ്പിൽ ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. സ്മോൾ ഡിക്രീസ് ഇൻ ഡെൽറ്റ ഐ എച്ച് ഫ്രം സിലിക്കൺ ടു ജെർമേനിയം ടു ടിൻ ആണ് വരുന്നത്, ആൻഡ് സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ഡെൽറ്റ ഐ എച്ച് ഫ്രം ടിൻ ടു ലെഡ്. ഓക്കെ, ഇതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കാരണമാണ് ഓഫ് ഇന്റർവീനിങ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റം. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്മോൾ സൈസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സിന് 13th ഗ്രൂപ്പ് എലമെന്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ഫോർ എലമെന്റ്സ് ഫ്രം സിലിക്കൺ ടു ലെഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് 14 എലമെന്റ്സ് എല്ലാം തന്നെ സോളിഡ്സ് ആണ്. കാർബണും സിലിക്കണും നോൺ മെറ്റൽസ് ആണ്, ആൻഡ് ജെർമേനിയം ഈസ് എ മെറ്റലോയിഡ്. ടിൻ ആൻഡ് ലെഡ് നമുക്ക് സോഫ്റ്റ് മെറ്റൽസ് ആണെന്ന് പറയാം വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്സ്. ആൻഡ് ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ആസ് കമ്പയർഡ് ടു കറസ്പോണ്ടിങ് ഗ്രൂപ്പ് 13 എലമെന്റ്സിനെക്കാളും കുറച്ചുകൂടി ഹയർ ആയിരിക്കും. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 14 എലമെന്റ്സിന് 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉള്ളത്. ഓക്കെ, ഈ ഗ്രൂപ്പ് 14 എലമെന്റ്സ് കോമൺലി എക്സിബിറ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആൻഡ് +2 ആയിരിക്കും. ഇനി കാർബൺ എലമെന്റ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 4 അയണൈസേഷൻ എൻതാൽപ്പീസ് വാല്യൂസ് ഹൈ ആയതുകൊണ്ട് തന്നെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ട്സ് എല്ലാം തന്നെ കോവാലന്റ് നേച്ചർ ആയിരിക്കും. ഓക്കെ, ഇനി ഹെവിയർ മെമ്പേഴ്സ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇൻക്രീസ് വരുന്നത് ഈ ഒരു സീക്വൻസിലായിരിക്കും, ജെർമേനിയം ലെസ് ദാൻ, ടിൻ ലെസ് ദാൻ, ലെഡ്. ഓക്കെ, എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ ഇനബിലിറ്റി ഓഫ് NS2 ഇലക്ട്രോൺസ് അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് അവിടെ
കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി റിലേറ്റീവ് സ്റ്റെബിലിറ്റീസ് ഓഫ് ഈ ഒരു രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ വേരി ചെയ്യും. ഓക്കെ, കാർബണും സിലിക്കണും മോസ്റ്റ്ലി +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. ദെൻ ജർമേനിയം +4 സ്റ്റേറ്റിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇനി ടിന്ന് രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റിലും കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ലെഡിന്റെ കേസ് പറയുകയാണെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ലെഡ് കോമ്പൗണ്ട്സ് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. +4 സ്റ്റേറ്റിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടായിരിക്കും ലെഡ് കോമ്പൗണ്ട്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടെട്രാവാലന്റ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ മോളിക്യൂൾ എന്ന് പറയുന്നത് അവരുടെ നമ്പർ വരുന്നത് 8 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോൺ പ്രിസൈസ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആയിട്ടോ ഇലക്ട്രോൺ ഡോണർ സ്പീഷീസ് ആയിട്ടോ ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഓൾസോ കാർബണ് മോർ ദാൻ 4 കോവാലൻസി എക്സീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പക്ഷെ ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള എലമെന്റ്സിന് കോവാലൻസി മോർ ദാൻ 4 പോസിബിളും ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് കാർബണ് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എലമെന്റ്സിന് അവർക്ക് ഡി ഓർബിറ്റൽസിന്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് കാപ്പബിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഹാലൈഡ്സ് എല്ലാം തന്നെ ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യും ആൻഡ് ദേ ഹാവ് ടെൻഡൻസി ടു ഫോം കോംപ്ലക്സ് ബൈ അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺ പെയർസ് ഫ്രം ഡോണർ സ്പീഷീസ്. ഇനി ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ ആണ് പറയുന്നത്. എല്ലാ മെമ്പേഴ്സും ഓക്സിജനിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സൈഡ്സ് ഫോം ചെയ്യും. അപ്പൊ ഈ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് രണ്ട് ടൈപ്സിലാണ് മെയിൻ ആയിട്ട് വരുന്നത്, ആസ് മോണോ ഓക്സൈഡ് ആൻഡ് ഡയോക്സൈഡ്. മോണോ ഓക്സൈഡിന്റെ ഫോം MO യും ഡയോക്സൈഡ് MO2 ആണ് വരുന്നത്. ഓക്കെ, ഇനി സിലിക്കൺ ഓക്സൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിൽ മാത്രമായിരിക്കും. ഇനി ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള എലമെന്റ്സിന്റെ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് കൂടുതലും അസിഡിക് നേച്ചർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പൊ ഡയോക്സൈഡ്സ് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ വരുന്നത് കാർബൺ ഡയോക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, ജർമേനിയം ഡയോക്സൈഡ്, ഇതെല്ലാം തന്നെ അസിഡിക് ആണ്. പക്ഷെ ടിൻ ഡയോക്സൈഡും ലെഡ് ഡയോക്സൈഡും ആംഫോട്ടറിക് നേച്ചർ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മോണോക്സൈഡ്സിൽ കാർബൺ മോണോക്സൈഡിന് ന്യൂട്രൽ നേച്ചർ ആയിരിക്കും, ജർമേനിയം ഓക്സൈഡ് അസിഡിക് നേച്ചർ ആണ് വരുന്നത്, ആൻഡ് ടിൻ ഓക്സൈഡ് ആൻഡ് ലെഡ് ഓക്സൈഡ് എന്താണ് വരുന്നത്? ആംഫോട്ടറിക് നേച്ചർ ആണ് വരുന്നത്. മോണോക്സൈഡ്സിന്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർബണും സിലിക്കണും ജർമേനിയവും വാട്ടറിനെ കൊണ്ട് അഫക്റ്റ് ആവില്ല. ഓക്കെ, ഇനി ടിന്ന് decomposes steam to form dioxide and dihydrogen gas. Lead unaffected by water ആണ് because of protective oxide film formation in lead. Then next reactivity towards halogen നോക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് 14 എലമെന്റ്സ് ഹാലൈഡ്സ് ഫോം ചെയ്യുന്നത് ഫോർമുല വരുന്നത് MX2 and MX4 ആണ്. ഓക്കെ, X എന്ന് പറയുന്നത് എന്താണ്? ഹാലോജൻ ആയിരിക്കും. എക്സെപ്റ്റ് കാർബൺ ബാക്കി എല്ലാ മെമ്പേഴ്സും ഡയറക്റ്റ് ആയിട്ട് ഹാലജൻ ആയിട്ട് റിയാക്ട് ചെയ്യും അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ടു മേക്ക് ഹാലൈഡ്സ്. ഇനി MX4 കോമ്പൗണ്ട്സ് എല്ലാം തന്നെ എന്താണ്? കോവാലന്റ് നേച്ചർ ആണ് വരുന്നത്. ഓക്കെ, ഈ ഹാലൈഡ്സിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്യും ആൻഡ് ആ ഒരു മോളിക്യൂള് MX4 മോളിക്യൂളിന് ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ് വരുന്നത്. ഇനി ഒരു എക്സെപ്ഷൻ വരുന്നത് SnF4ന്റെ കേസിലും PbF4ന്റെ കേസിലുമാണ്. ഇത് രണ്ടും എന്താണ്? അയോണിക് നേച്ചർ ആണ് വരുന്നത്. ഓക്കെ, ഇനി ജർമേനിയം തൊട്ട് ലെഡ് വരെയുള്ള ഹെവിയർ എലമെന്റ്സ് ഹാലൈഡ്സ് ഫോം ചെയ്യും. അവരുടെ ഫോർമുല വരുന്നത് മെറ്റൽ ഹൈഡ്രൈഡ് ഫോർമുല വരുന്നത് MX2 ആണ്. ഓക്കെ, അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് ഡൈഹാലൈഡ് ഗ്രൂപ്പിൽ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് ഡൗൺവേർഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത്. ഇനി തെർമൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ GeX4 is more stable than GeX2 and PbX2 is more stable than PbX4. ഇനി എക്സെപ്റ്റ് CCl4 ബാക്കി എല്ലാ ടെട്രാക്ലോറൈഡ്സും പെട്ടെന്ന് തന്നെ ഈസിയർ ആയിട്ട് തന്നെ വാട്ടർ കാരണം ഹൈഡ്രലൈസ്ഡ് ആവും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഫ്രം ഓക്സിജൻ ആറ്റം ഓഫ് വാട്ടർ മോളിക്യൂൾ ഇൻ ഡി ഓർബിറ്റൽ. ഓക്കെ, അപ്പൊ ഈ ഒരു ഹൈഡ്രോളിസിസ് എക്സാമ്പിൾ നമുക്ക് സിലിക്കൺ ക്ലോറൈഡിന്റെ കേസ് വെച്ചിട്ട് പറയാം. അതാണ് ഇവിടെ ഡയഗ്രമാറ്റിക്കലി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ
first accepting lone pair of electrons from water molecules. കണ്ടോ, SiCl4 വാട്ടർ മോളിക്യൂൾ അതായത് H2O ൽ നിന്ന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ d orbital of silicon, and it finally leads to the formation of SiOH4. അതാണ് ഇവിടെ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. SiOH4 എന്താണ്? സിലിസിക് ആസിഡ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ്സ് ആൻഡ് അനോമലസ് ബിഹേവിയർ ഓഫ് കാർബൺ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ കാർബണിന്റെ ഒരു അനോമലസ് behavior as compared to other elements എന്ത് കാരണമൊക്കെയാണ്? Due to its smaller size, higher electronegativity, higher ionization enthalpy and unavailability of d orbitals. അപ്പൊ ഇത്രയാണ് anomalous behavior of carbon റീസൺസ് വരുന്നത്. കാർബണിൽ എസ് ഓർബിറ്റലും പി ഓർബിറ്റലും മാത്രമേ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കാരണം എന്താണ്? കാർബണിന്റെ കോവാലൻസി നമ്പർ വരുന്നത് മാക്സിമം 4 ആണ് വരുന്നത്. പക്ഷെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഡി ഓർബിറ്റൽസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ കോവാലൻസി ഗ്രേറ്റർ ദാൻ 4 അവർക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഇനി കാർബണിന്റെ ഒരു യൂണിക് എബിലിറ്റി ആണ് capability to form p-pi multiple bonds with itself and with other atoms of small size and high electronegativity. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ടിങ് പോസിബിൾ ആയിട്ടുള്ളത് എവിടെയൊക്കെയാണ്? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്, ദെൻ കാർബൺ ഡബിൾ ബോണ്ട് O, കാർബൺ ഡബിൾ ബോണ്ട് S ആൻഡ് കാർബൺ ട്രിപ്പിൾ ബോണ്ട് N. ഓക്കെ, ഇനി ഹെവിയർ ആയിട്ടുള്ള ഗ്രൂപ്പ് 14 എലമെന്റ്സ് p-pi ബോണ്ട് ഫോം ചെയ്യില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ അറ്റോമിക് ഓർബിറ്റൽസ് വളരെയധികം ലാർജ് ആണ് ആൻഡ് ദേ ഡിഫ്യൂസ് ടു ഹാവ് എഫക്റ്റീവ് ഓവർലാപ്പിംഗ്. ഇനി കാർബൺ ആറ്റത്തിന് അവരുടെ ഉള്ളിൽ വെച്ച് തന്നെ കോവാലന്റ് ബോണ്ട്സ് വെച്ചിട്ട് ലിങ്ക് ചെയ്യാനായിട്ടുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഫൈനലായിട്ട് അവർ ചെയിൻസ് അല്ലെങ്കിൽ റിങ്സ് ഫോം ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കാരണം കാർബൺ കാർബൺ ബോണ്ട് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിരിക്കും ഈ ഒരു കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാരണം. ഇനി ഗ്രൂപ്പിൽ നമ്മൾ ഡൗൺവേർഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് സൈസ് ഓഫ് എലമെന്റ്സ് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ, ആൻഡ് ഓൾസോ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് കാറ്റിനേഷൻ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് കാറ്റിനേഷൻ വരുന്നത് ഇങ്ങനെയാണ്: കാർബൺ വെരി മച്ച് ഗ്രേറ്റർ ദാൻ സിലിക്കൺ ഗ്രേറ്റർ ദാൻ ജെർമേനിയം approximately equal to tin. Okay, ഇനി ഗ്രൂപ്പ് 14 എലമെന്റ്സിൽ കാറ്റിനേഷൻ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യാത്ത എലമെന്റ് എന്ന് പറയുന്നത് ലെഡ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാരണവും അതുപോലെ തന്നെ p-pi ബോണ്ട് ഫോർമേഷനുള്ള കാപ്പബിലിറ്റി കാരണവും കാർബൺ അലോട്രോപിക് ഫോംസ് എക്സിബിറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് അലോട്രോപ്സ് ഓഫ് കാർബൺ നോക്കാം. ഓക്കെ, അപ്പൊ കാർബണിന്റെ മെയിൻ ആയിട്ടുള്ള അലോട്രോപ്സിനെ കൂട്ടാണ്ട് ബാക്കിയുള്ള ഫോംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, എലമെന്റൽ കാർബണിന്റെ ബാക്കിയുള്ള ഫോംസ് എന്ന് പറയുന്നത് കാർബൺ ബ്ലാക്ക്, കോക്ക്, ചാർക്കോൾ ഇതെല്ലാമാണ്. ഇതെല്ലാം തന്നെ ഇംപ്യൂർ ഫോംസ് ഓഫ് ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറീൻസ് ആണ്. ഈ ഗ്രാഫൈറ്റും ഫുള്ളറീനും എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്. ഇനി കാർബൺ ബ്ലാക്ക് നമ്മൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ബൈ ബേണിംഗ് ഹൈഡ്രോകാർബൺസ് ഇൻ എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. ചാർക്കോളും കോക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത് വുഡിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കോളിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് കോക്ക് കിട്ടുന്നത്. ഓക്കെ, ചാർക്കോൾ നമുക്ക് കിട്ടുന്നത് വുഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്താണ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. ഇനി കാർബണിന്റെ ഫസ്റ്റ് അലോട്രോപ്പ് വരുന്നത് ഡയമണ്ട് ആണ്. ഇതാണ് ഡയമണ്ടിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വരുന്നത്. ക്രിസ്റ്റലൈൻ ലാറ്റിസ് സ്ട്രക്ചർ ആണ് ഡയമണ്ടിനുള്ളത്. ഓക്കെ, ഈ ഡയമണ്ടിൽ ഓരോ കാർബൺ ആറ്റം എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നു. ഇവിടെ ഈ ഡോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? കാർബൺ ആറ്റത്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ ഡോട്ടും ഓരോ കാർബൺ ആറ്റത്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. ആൻഡ് ലിങ്ക്ഡ് ടു 4 other കാർബൺ ആറ്റംസ് ബൈ യൂസിങ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇൻ ടെട്രാഹീഡ്രൽ ഫാഷൻ. അപ്പൊ ടെട്രാഹീഡ്രൽ ഫാഷനിലാണ് ഈ ഒരു കാർബൺ ആറ്റംസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓൾസോ ഒരു കാർബൺ ആറ്റം വേറെ 4 കാർബൺ ആറ്റംസ് ആയിട്ട് ലിങ്ക്ഡ് ആണെന്നും പറയുന്നുണ്ട്. ഇനി കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത്, അതായത് ഒരു കാർബണും മറ്റൊരു കാർബണുമായിട്ടുള്ള ഒരു ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 154 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ റിജിഡ് ആയിട്ടുള്ള ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ആണ് കാർബൺ ആറ്റംസിന് വരുന്നത്. ഈ ലാറ്റിസ് സ്ട്രക്ചറിൽ ഒരു ഡയറക്ഷണൽ ആയിട്ടുള്ള കോവാലന്റ് ബോണ്ട് ആണ്
പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോവലന്റ് ബോണ്ടിങ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഡയമണ്ട് ആണ് നമ്മുടെ എർത്തിൽ നോൺ ആയിട്ടുള്ള ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. ഓക്കെ, ഇത് നമ്മൾ ഷാർപ്പനിങ് ടൂൾസിലൊക്കെ ഈ ഒരു ഡയമണ്ട് സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡൈ മേക്കിങ്ങിൽ, ടങ്സ്റ്റൺ മാനുഫാക്ചറിങ്ങിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്, ഈ ഒരു ഡയമണ്ട്. ഇനി നെക്സ്റ്റ് അലോട്രോപ്പ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഇതാണ് അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വരുന്നത്. ഗ്രാഫൈറ്റിന് ഒരു ലെയർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഓരോ ലെയേഴ്സിനെയും ഹെൽഡ് ചെയ്ത് നിർത്തുന്നത് വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് ലെയേഴ്സ് എത്രയാണ് വരുന്നത്? 340 പൈക്കോമീറ്റർ ആണ്. ഇതാണ് ഫസ്റ്റ് ലെയർ, ഇത് സെക്കൻഡ് ലെയർ, ഇത് തേർഡ് ലെയർ. ഓക്കെ, ഇനി ഓരോ ലെയറും എന്താണ്? പ്ലെനാർ ഹെക്സഗണൽ റിംഗ്സ് ഓഫ് കാർബൺ ആറ്റംസ് കൊണ്ടാണ് കമ്പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് ഒരു ലെയറിനുള്ളിൽ തന്നെ എത്രയാണ് വരുന്നത്? 141.5 പൈക്കോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഹെക്സഗണൽ റിംഗിലുള്ള ഓരോ കാർബൺ ആറ്റവും അണ്ടർഗോ ചെയ്യുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, ആൻഡ് മേക്സ് 3 സിഗ്മ ബോണ്ട്സ് വിത്ത് 3 നെയ്ബറിംഗ് കാർബൺ ആറ്റംസ്. ഇവിടെ ഫോർത്ത് ഇലക്ട്രോൺ ഒരു പൈ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആ ഒരു ഹോൾ ഷീറ്റിൽ ഡീലോക്കലൈസ്ഡ് ആയിരിക്കും. ആൻഡ് ഇലക്ട്രോൺസ് ആർ മൊബൈൽ ആൻഡ് ദെയർഫോർ ഗ്രാഫൈറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി അലോങ് ദി ഷീറ്റ്. Then graphite cleaves easily between the layers and they are very soft and slippery. അപ്പോൾ ഗ്രാഫൈറ്റ്സ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഹൈ ടെമ്പറേച്ചറിൽ റൺ ചെയ്യുന്ന മെഷീൻസിലൊക്കെ ഇത് ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഗ്രാഫൈറ്റ് ആണ് തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ അലോട്രോപ്പ് ഓഫ് കാർബൺ എന്ന് അറിയപ്പെടുന്നത്. Then third allotrope of carbon, which is an important allotrope എന്ന് പറയുന്നത് ഫുള്ളറീൻസ് ആണ്. ഓക്കെ, നമ്മൾ ഗ്രാഫൈറ്റിനെ ഹീറ്റ് ചെയ്തിട്ട്, അതായത് ഒരു ഇലക്ട്രിക് ആർക്കിൽ ഇനേർട്ട് ഗ്യാസ് ലൈക്ക് ഹീലിയം അല്ലെങ്കിൽ ആർഗന്റെ പ്രസൻസിൽ ഗ്രാഫൈറ്റിനെ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫുള്ളറീൻസ് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വരുന്നത്. ഒരു ഫുട്ബോളിനോട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഫുള്ളറീൻസിന് വരുന്നത്. ഓക്കെ, ഇവിടെ കാർബൺ മോളിക്യൂൾസ് C60 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് വിത്ത് സ്മോളർ ക്വാണ്ടിറ്റി ഓഫ് C70 and also traces of fullerene consist of even number of carbon atoms up to 350 or above. Okay, ഇനി ഫുള്ളറീൻസ് ആണ് കാർബണിന്റെ പ്യൂർ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സ്മൂത്ത് സ്ട്രക്ചർ ആയിരിക്കും വിത്തൗട്ട് ഹാവിങ് എനി ക്രോസിംഗ് ഓർ കോംപ്ലിക്കേറ്റഡ് ബോൺസ്. ഫുള്ളറീൻസിന് ഒരു കേജ് ലൈക്ക് സ്ട്രക്ചർ ആണ് വരുന്നത്. ഇവിടെ C60 മോളിക്യൂളിന് ഒരു സോസർ ബോളിന്റെ ഷേപ്പ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫുള്ളറീൻസിനെ ബക്മിൻസ്റ്റർ ഫുള്ളറീൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ 26 മെമ്പേർഡ് റിംഗ്സും ആണ് ഉള്ളത്. അതുപോലെ തന്നെ 12 5 മെമ്പേർഡ് റിംഗ്സും ആണ് ഉള്ളത്. ഓക്കെ, ഒരു 6 മെമ്പേർഡ് റിംഗ് നമ്മൾ 6 മെമ്പേർഡ് റിംഗ് അല്ലെങ്കിൽ 5 മെമ്പേർഡ് റിംഗ് വെച്ചിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ഒരു 5 മെമ്പേർഡ് റിംഗ് ഫ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ 6 മെമ്പേർഡ് റിംഗ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇവിടെ എല്ലാ കാർബൺ ആറ്റംസും ഈക്വൽ ആണ് ആൻഡ് ദേ അണ്ടർഗോ sp2 ഹൈബ്രിഡൈസേഷൻ ടെക്നിക്. ഓക്കെ, ഇനി ഓരോ കാർബൺ ആറ്റവും 3 സിഗ്മ ബോണ്ട്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് വിത്ത് അതർ 3 കാർബൺ ആറ്റംസ്. ഇനി കാർബണിലുള്ള റിമൈനിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്താണ്? ഡീലോക്കലൈസ്ഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇൻ മോളിക്കുലർ ഓർബിറ്റൽസ് വിച്ച് ഇൻ ടേൺ ഗീവ് അരോമാറ്റിക് ക്യാരക്ടർ ടു മോളിക്യൂൾ. ഓക്കെ, ഇനി ഈ ഒരു ബോൾ ഷേപ്ഡ് മോളിക്യൂളിന് 60 വെർട്ടിസസ് ആണ് ഉള്ളത് ആൻഡ് ഓരോ വെർട്ടിസിലും കാർബൺ ആറ്റം അവിടെ സ്പേസ് ഓക്കുപ്പൈ ചെയ്യുന്നു. ഇനി ഫുള്ളറീൻസിൽ സിംഗിൾ ബോണ്ടിങ്ങും വരുന്നുണ്ട് ആസ് വെൽ ആസ് ഡബിൾ ബോണ്ടിങ്ങും വരുന്നുണ്ട് വിത്ത് കാർബൺ കാർബൺ ഡിസ്റ്റൻസ് ഓഫ് 143.5 പൈക്കോമീറ്റർ ഇൻ സിംഗിൾ ബോണ്ട് ആൻഡ് 138.3 പൈക്കോമീറ്റർ ഇൻ ഡബിൾ ബോണ്ട്. ഇനി യൂസസ് ഓഫ് കാർബൺ നോക്കാം. പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ എംബഡഡ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് ഫൈബേഴ്സ് ഹൈ സ്ട്രെങ്ത് ലൈറ്റ് വെയ്റ്റ് കമ്പോസിറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കമ്പോസിറ്റ് നമ്മൾ ടെന്നീസ് റാക്കറ്റില്, ഫിഷിംഗ് റോഡ്സിൽ, എയർക്രാഫ്റ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫൈറ്റ് ഒരു ഗുഡ് കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ അത് ബാറ്ററീസിൽ നമ്മൾ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു ആൻഡ് ഓൾസോ നമ്മൾ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോളിസിസിലൊക്കെ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഗ്രാഫൈറ്റ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്രൂസിബിൾസ് ഡൈലൂട്ട് ആസിഡിനും ആൽക്കലൈസിനും ഇനേർട്ട് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്.
ഹൈലി പോറസ് ആയതുകൊണ്ട് തന്നെ ആക്ടിവേറ്റഡ് ചാർക്കോൾ നമ്മൾ അബ്സോർപ്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ അബ്സോർബിങ് പോയിസണസ് ഗ്യാസസ്. ഓൾസോ നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ വാട്ടർ ഫിൽട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ടു റിമൂവ് കണ്ടാമിനേറ്റേഴ്സ്. അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലൊക്കെ ആ ഒരു ബാഡ് സ്മെല്ലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാർബൺ ബ്ലാക്ക് നമ്മൾ ബ്ലാക്ക് പിഗ്മെന്റ് ആയിട്ട് ബ്ലാക്ക് ഇങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓട്ടോമൊബൈൽ ടയേഴ്സിലൊക്കെ ഫില്ലേഴ്സ് ആയിട്ടും നമ്മൾ ഈ കാർബൺ ബ്ലാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നു ആൻഡ് ലാർജ്ലി ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ഇൻ മെറ്റലർജി. ദെൻ ഡയമണ്ട് ആണ് പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ജ്വല്ലറീസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അലോട്രോപ്പ് ഓഫ് കാർബൺ. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് ക്യാരറ്റ്സിലുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കാർബൺസിന്റെ യൂസ് വരുന്നത്. ഇനി നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആൻഡ് സിലിക്കം നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ കാർബണെ നമ്മൾ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ എയറിൽ ഡയറക്റ്റ് ഓക്സിഡേഷൻ ചെയ്താൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി പ്യുവർ ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് ഒരു സ്മോൾ സ്കെയിലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഫോമിക് ആസിഡിന്റെ ഡീഹൈഡ്രേഷൻ ചെയ്താൽ മതി വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അറ്റ് 373 കെൽവിൻ. ഇനി ലാർജ് സ്കെയിലിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്കെയിലിലേക്ക് നമുക്കിത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു ഹോട്ട് കോക്കിലേക്ക് നമ്മൾ സ്റ്റീമിനെ പാസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താണ്? കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസിന്റെ ഒരു മിക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു മിക്സ്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസൈസ്ഡ് ഗ്യാസ് എന്ന് പറയും. ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത് 473 to 1273 കെൽവിനിലാണ്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റീം പാസ് ചെയ്തിട്ടാണ് ഇത് ക്യാരി ഔട്ട് ചെയ്തതെന്ന് പറഞ്ഞു അല്ലെ കൊമേഴ്ഷ്യൽ സ്കെയിലിൽ. ഇനി സ്റ്റീമിന് പകരം നമ്മൾ എയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് കാർബൺ മോണോക്സൈഡും നൈട്രജൻ ഗ്യാസും ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു മിക്സ്ചറിനെ നമ്മൾ പറയുന്നത് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വാട്ടർ ഗ്യാസ് ആയാലും പ്രൊഡ്യൂസർ ഗ്യാസ് ആയാലും നമ്മൾ രണ്ടും എന്താണ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് കളർലെസ് ഓഡർലെസ് ആയിട്ടുള്ള ഒരു വാട്ടർ ഇൻസോലബിൾ ഗ്യാസ് ആണ്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽ ഓക്സൈഡ്സിനെയും റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡ് നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. കാർബൺ മോളിക്യൂളിൽ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ആണുള്ളത് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഓക്സിജൻ ആറ്റം. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാർബണിൽ ഉള്ളത് കൊണ്ട് തന്നെ കാർബൺ മോളിക്യൂൾ ഒരു ഡോണർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് റിയാക്ട്സ് വിത്ത് സർട്ടൻ മെറ്റൽസ് വെൻ ഹീറ്റഡ് ടു ഫോം മെറ്റൽ കാർബണൈൽസ്. ഇനി കാർബൺ മോണോക്സൈഡിന് ഒരു ഹൈലി പോയിസണസ് ആയിട്ടുള്ള നേച്ചർ ആണുള്ളത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഹീമോഗ്ലോബിൻ, അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ടുള്ള കാപ്പബിലിറ്റി ഉണ്ട് ഈ കാർബൺ മോണോക്സൈഡിന്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു ഹൈലി പോയിസണസ് നേച്ചർ ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോംപ്ലക്സ് ഫോം ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ ബ്ലഡിനെ ക്യാരി ചെയ്യാനുള്ള ഒരു ഹീമോഗ്ലോബിന്റെ കാപ്പബിലിറ്റിനെ ഇത് റെഡ്യൂസ് ചെയ്യാണ് ആൻഡ് ഫൈനലി ഹ്യൂമൻ ബീങ്സിന്റെ ഡെത്തിനെ വരെ കോസ് ചെയ്യാനായിട്ടുള്ള കാപ്പബിലിറ്റി ഈ കാർബൺ മോണോക്സൈഡ് ഗ്യാസിനുണ്ട്. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് വരുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ കാർബൺ കംപ്ലീറ്റ് കമ്പഷൻ അണ്ടർഗോ ചെയ്താൽ നമുക്ക് ഈ ഒരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ലാബിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡൈലൂട്ട് HCl-നെ കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ലബോറട്ടറീസിലൊക്കെ കാർബൺ ഡയോക്സൈഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി കൊമേഴ്ഷ്യൽ സ്കെയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്കെയിലിലൊക്കെ ഈ കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ലൈംസ്റ്റോൺ ഹീറ്റിംഗ് വഴിയാണ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് കളർലെസ് ഓഡർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. അതിന്റെ സോലുബിലിറ്റി ഇൻ വാട്ടർ എന്ന് പറയുന്നത് ലോ ലെവൽ ആണ്. ഓക്കെ, ഇനി വാട്ടറിന്റെ കൂടെ കാർബൺ ഡയോക്സൈഡ് കാർബോണിക് ആസിഡ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന ഒരു വീക്ക് ആയിട്ടുള്ള ഡൈബേസിക് ആസിഡ് ആണ്. അത് ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ഇനി കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0.03% ഓഫ് വോളിയം മാത്രമേ വരുന്നുള്ളൂ. അതിനെ എയറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഗ്രീൻ പ്ലാന്റ്സ്. ഇനി കാർബൺ ഡയോക്സൈഡ് നമുക്ക്
സോളിഡ് ആയിട്ട് ഡ്രൈ ഐസിന്റെ ഫോമിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും by allowing liquefied carbon dioxide to expand rapidly. ഈ ഡ്രൈ ഐസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെഫ്രിജറേറ്റേഴ്സിലൊക്കെ ഐസ്ക്രീംസിനും ഫ്രോസൺ ഫുഡിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഐസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഗേഷ്യസ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ, അതായത് കൊക്കക്കോളയിൽ, സ്പ്രൈറ്റിലൊക്കെ നമ്മൾ ഈ ഒരു ഗേഷ്യസ് കാർബൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ നമ്മൾ ഈ ഒരു കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർ ഹെവി ആണ് ആൻഡ് ഓൾസോ നോൺ സപ്പോർട്ടർ ഓഫ് കമ്പഷനും ആണ് ഈ ഒരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി വളരെ കുറച്ച് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ യൂറിയ മാനുഫാക്ചറിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളില് കാർബൺ ആറ്റം sp ഹൈബ്രിഡൈസേഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. ഓക്കെ. രണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റില് രണ്ട് p ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ ആറ്റം ആയിട്ട് കാർബണിന്റെ രണ്ട് sp hybridized orbitals overlap ചെയ്യുന്നു. Okay, and they form two sigma bonds while the other two electrons of carbon atom are involved in p-pi bonding with oxygen atom. അപ്പോൾ ഇത് കാരണം കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിന് ഒരു ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. ഓക്കെ. ആൻഡ് ഡൈപോൾ മൊമെന്റ് കാർബൺ ഡയോക്സൈഡിന്റെ കേസിൽ 0 ആണ് വരുന്നത്. ഇതാണ് റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് കാർബൺ ഡയോക്സൈഡ് വരുന്നത്. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് വരുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്, വിച്ച് അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് SiO2. ഓക്കെ. സിലിക്കൺ ഡയോക്സൈഡിന്റെ കോമൺലി നമ്മൾ പറയുന്ന പേരാണ് സിലിക്ക എന്നുള്ളത്. ഇത് പല ക്രിസ്റ്റലോഗ്രാഫിക് ഫോംസിലും ഇത് ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ക്വാർട്സ്, ക്രിസ്റ്റോബാലൈറ്റ്, ട്രൈഡിമൈറ്റ്, ഈ ഫോംസിലൊക്കെ ഈ സിലിക്കൺ ഡയോക്സൈഡ് ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദേ ആർ ഇന്റർ കൺവേർട്ടിബിൾ അറ്റ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. സിലിക്കൺ ഡയോക്സൈഡ് കോവാലന്റ് ആണ്. 3-dimensional നെറ്റ്വർക്ക് ആണ് ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡിന് വരുന്നത്. ഓക്കെ. അവിടെ ഓരോ സിലിക്കൺ ആറ്റം എന്താണ്? കോവാലന്റ്ലി ബോണ്ടഡ് ഇൻ എ ടെട്രാഹീഡ്രൽ മാനർ ടു ഫോം ഓക്സിജൻ ആറ്റംസ്. ഇനി ഓരോ ഓക്സിജൻ ആറ്റവും എന്താണ്? കോവാലന്റ്ലി ബോണ്ടഡ് ടു അനദർ സിലിക്കൺ ആറ്റം. ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് 3-dimensional സ്ട്രക്ചർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഓരോ കോർണറും എന്താണ്? അനദർ ടെട്രാഹീഡ്രൻ വെച്ചിട്ട് ഷെയ്ഡ് ആക്കിയിരിക്കുകയാണ് ഈ ഒരു സ്ട്രക്ചറിൽ. ഓക്കെ. അപ്പൊ ഈ ഒരു എൻറ്റയർ ക്രിസ്റ്റലിനെ നമുക്കൊരു ജൈന്റ് മോളിക്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. 8 മെമ്പേർഡ് റിങ്സ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സിലിക്കൺ ആൻഡ് ഓക്സിജൻ ആറ്റംസ് വെച്ചിട്ടാണ്. ഓക്കെ. ഇനി സിലിക്കൺ അതിന്റെ നോർമൽ ഫോമില് നോൺ റിയാക്റ്റീവ് ആണ് ഓൾമോസ്റ്റ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് അതിന് സിലിക്കൺ ഓക്സിജൻ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? വെരി ഹൈ ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ സിലിക്കൺ അതിന്റെ നോർമൽ ഫോമില് നോൺ റിയാക്റ്റീവ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇറ്റ് റെസിസ്റ്റ് ദ അറ്റാക്ക് ബൈ ഹാലോജൻസ്, ഡൈഹൈഡ്രജൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദി ആസിഡ്സ് ആൻഡ് മെറ്റൽസ് ഈവൻ അറ്റ് ഇലവേറ്റഡ് ടെമ്പറേച്ചേഴ്സ്. പക്ഷേ ഹൈഡ്രജൻ ഫ്ലൂറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും എന്താണ്? ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡിനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ക്വാർട്സ് എന്ന് പറയുന്ന ക്രിസ്റ്റലോഗ്രാഫിക് ഫോം ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. ഓക്കെ. അപ്പൊ ഈ ക്വാർട്സ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ക്ലോക്സ്, മോഡേൺ റേഡിയോ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, മൊബൈൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോസിബിൾ ആണ്. ഇനി നമ്മൾ സിലിക്ക ജെല്ല് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ക്രൊമാറ്റോഗ്രഫിക്കൽ മെറ്റീരിയൽ ആയിട്ടും കാറ്റലിസ്റ്റ് ആയിട്ടും നമ്മൾ സിലിക്ക ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി കീസൽഗർ അല്ലെങ്കിൽ അമോർഫസ് ഫോം ഓഫ് സിലിക്കൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിൽട്രേഷൻ ചെയ്യേണ്ട പ്ലാന്റ്സിന്റെ കേസിലാണ്. ഓക്കെ. സിലിക്കോൺസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആണ്. അവർക്ക് ഈ ഒരു യൂണിറ്റ്, അതായത് R2SiO എന്ന് പറയുന്ന ഒരു യൂണിറ്റ് റിപ്പീറ്റിംഗ് ആയിട്ടാണ് സിലിക്കോൺസിന്റെ കേസിൽ വരുന്നത്. ഓക്കെ. പിന്നെ ഇത് നമ്മൾ മാനുഫാക്ചറിങ് ഓഫ് സിലിക്കോൺസിന്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കൺ ക്ലോറൈഡ്സ് ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി മീഥൈൽ ക്ലോറൈഡ് സിലിക്കൺ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് കോപ്പറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്ലോറോസിലെയിൻ അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ. നമ്മൾ ഫോം ചെയ്ത ഒരു ഡൈമീഥൈൽ ഡൈക്ലോറോസിലെയിനെ ഹൈഡ്രലൈസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ചെയിൻ പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്.
ഇനി സിലിക്കോണിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു നോൺ പോളാർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് ഉള്ളത് ആൻഡ് ദേ ആർ വാട്ടർ റിപ്പല്ലിംഗ് ഇൻ നേച്ചർ. സിലിക്കോൺസിന് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ആണുള്ളത് ആൻഡ് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ടു ഓക്സിഡേഷൻ ആൻഡ് കെമിക്കൽസ്. ഇത് നമ്മൾ സീലന്റ് ആയിട്ട് ഗ്രീസസിൽ, ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സിൽ, വാട്ടർ പ്രൂഫിംഗ് ഫാബ്രിക്സിൽ എല്ലാം തന്നെ നമ്മൾ ഈ ഒരു സിലിക്കോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബയോ കോമ്പാറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സർജിക്കൽ ആൻഡ് കോസ്മെറ്റിക് പ്ലാന്റ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് കോമ്പൗണ്ട് വരുന്നത് സിയോലൈറ്റ്സ് ആണ്. അലൂമിനിയം ആറ്റത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് സിലിക്കൺ ഡയോക്സൈഡിലുള്ള ആ ഒരു ഫ്യൂ സിലിക്കൺ ആറ്റത്തിനെ നമ്മൾ അലൂമിനിയം ആറ്റംസ് വെച്ചിട്ട് ആ ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്കിൽ റീപ്ലേസ് ചെയ്താൽ നമുക്ക് അലുമിനോ സിലിക്കേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതിനൊരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കാറ്റയോൺസ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ Na+, K+ ഓർ Ca2+. എക്സാമ്പിൾ വരുന്നത് ഇതൊക്കെയാണ്: ഫെൽസ്പാർ ആൻഡ് സിയോലൈറ്റ്സ്. അപ്പൊ സിയോലൈറ്റ് നമ്മൾ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ വൈഡർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. അതായത് ഹൈഡ്രോ കാർബൺസിനെ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഐസോമറൈസേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിയോലൈറ്റ്സ് ആണ്. ഇൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് സിയോലൈറ്റ് എന്ന് പറയുന്നത് ZSM5 ആണ്. ഇത് നമ്മൾ ആൽക്കഹോൾസിനെ ഡയറക്ട്ലി ഗ്യാസോലിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിയോലൈറ്റ് ആണ്. ഇനി നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സിയോലൈറ്റ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഹാർഡ് വാട്ടർ സോഫ്റ്റണിങ്ങിൽ അയൺ എക്സ്ചേഞ്ചേഴ്സ് ആയിട്ട് ഹൈഡ്രേറ്റഡ് സിയോലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് വരുന്നത് സിലിക്കേറ്റ്സ് ആണ്. ഓക്കെ, നമ്മുടെ നേച്ചറിൽ ലാർജ് നമ്പർ ഓഫ് സിലിക്കേറ്റ് മിനറൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെൽസ്പാർ, സിയോലൈറ്റ്സ്, മൈക്ക, ആസ്ബെസ്റ്റോസ് ഇതെല്ലാം തന്നെ സിലിക്കേറ്റ് മിനറൽസ് ആണ്. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് സിലിക്കേറ്റ്സ് ആണ്. ഇവിടെ സിലിക്കൺ ആറ്റം 4 ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് ബോണ്ടഡ് ആണ് ഒരു ടെട്രാഹൈഡ്രൽ ഫാഷനിൽ. അതാണ് ഇവിടെ ഡയഗ്രമാറ്റിക്കലി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സിലിക്കേറ്റ് യൂണിറ്റ്സിനെ ലിങ്ക് ടുഗദർ ചെയ്താൽ നമുക്കൊരു ചെയിൻ അല്ലെങ്കിൽ റിംഗ് ലൈക്ക് അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഓർ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഈ സിലിക്കേറ്റ് സ്ട്രക്ചറിന്റെ നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ അയോൺസ് ആണ്. ഓക്കെ, ഇനി എല്ലാ 4 കോർണേഴ്സും വേറൊരു ടെട്രാഹൈഡ്രൽ യൂണിറ്റ് വെച്ചിട്ട് ഷെയർ ചെയ്താൽ അവിടെ ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ആണ് ഫോം ചെയ്യുന്നത്. 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാൻമെയ്ഡ് സിലിക്കേറ്റ്സ് ആണ് ഗ്ലാസും സിമെന്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ ഡിസ്കഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് 15 എലമെന്റ്സ് നോക്കാം. ഇപ്പൊ ഗ്രൂപ്പ് 15 എലമെന്റ്സിൽ വരുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത് ആണ്. നമ്മൾ ഗ്രൂപ്പിൽ ഡൗൺവേർഡ്സ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും നോൺ മെറ്റാലിക് ക്യാരക്ടറിൽ നിന്ന് മെറ്റാലിക് ക്യാരക്ടറിലേക്ക് ഒരു ഷിഫ്റ്റ് അവിടെ നടക്കുന്നുണ്ട് ത്രൂ മെറ്റലോയിഡിക് ക്യാരക്ടർ. ഇവിടെ നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റൽസ് ആണ്. ദെൻ ആർസെനിക് ആൻഡ് ആന്റിമണി മെറ്റലോയിഡ്സ് ആണ്. ആൻഡ് ബിസ്മത്ത് ആണ് ഇവിടെ ഉള്ള ഒരേ ഒരു മെറ്റൽ. മോളിക്കുലാർ നൈട്രജൻ 78% ഓഫ് വോളിയം കൺസ്യൂം ചെയ്യുന്നുണ്ട് നമ്മുടെ എയറിൽ. ഇനി എർത്ത് ക്രസ്റ്റിൽ ഈ ഒരു നൈട്രജൻ എന്ന് പറയുന്ന എലമെന്റ് സോഡിയം നൈട്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ആയിട്ടാണ് ഒക്കർ ചെയ്യുന്നത്. ഓൾസോ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി ഫോം ഓഫ് പ്രോട്ടീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ദെൻ ഫോസ്ഫറസ് മിനറൽ ആയിട്ടാണ് മെയിൻലി ഒക്കർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ബോൺസ് ആസ് വെൽ ആസ് ഇൻ ലിവിങ് സെൽസ്. പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് ഫോസ്ഫറസ്. ഇനി മിൽക്കിലും എഗ്ഗിലും കാണപ്പെടുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫോസ്ഫോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദെൻ ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത് നമ്മൾ സൾഫൈഡ് മിനറൽസ് ആയിട്ടാണ് മെയിൻലി കാണുന്നത്. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രൂപ്പിൽ കോവാലന്റ് ആൻഡ് അയോണിക് റേഡിയ ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത് ഡൗൺവേർഡ്സ് അല്ലെ. അപ്പൊ ഒരു കൺസിഡറബിൾ ഇൻക്രീസ് നൈട്രജൻ തൊട്ട് ഫോസ്ഫറസ് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ആർസെനിക് തൊട്ട് ബിസ്മത്ത് വരെ ഒരു സ്മോൾ ഇൻക്രീസ് ഇൻ കോവാലന്റ് റേഡിയസ് മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി അല്ലെങ്കിൽ എഫ് ഓർബിറ്റൽസ് ഹെവിയർ മെമ്പേഴ്സിൽ പ്രസന്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അയണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിൽ ഡൗൺവേർഡ്സ് മൂവ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ്. ഓക്കെ, അവിടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളത് ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽസ് കാരണമാണ്.
ഇനി അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഗ്രൂപ്പ് 15 എലമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 14 ആയിരിക്കും. ഓക്കെ, ഇനി ഓർഡർ ഓഫ് എൻതാൽപ്പി വരുന്നത് ഈ ഒരു ട്രെൻഡിലായിരിക്കും. ഡെൽറ്റ ഐ എച്ച് 1 ലെസ് ദാൻ ഡെൽറ്റ ഐ എച്ച് 2 ലെസ് ദാൻ ഡെൽറ്റ ഐ എച്ച് 3. ഇനി ഡൗൺവേർഡ്സ് ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് വിത്ത് ഇൻക്രീസിങ് അറ്റോമിക് സൈസ്. എല്ലാ എലമെന്റ്സും അതായത് ഗ്രൂപ്പ് 15ലുള്ള എല്ലാ എലമെന്റ്സും എന്താണ്, പോളി അറ്റോമിക് ആണ്. ഡൈനൈട്രജൻ ആണ് ഡയറ്റോമിക് ഗ്യാസ്, ബാക്കി എല്ലാം എന്താണ്, സോളിഡ്സ് ആണ്. ഇനി ഡൗൺവേർഡ്സ് ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റൽസ് ആണ്. അർസനിക് ആൻഡ് ആന്റിമണി മെറ്റലോയിഡ്സ് ആണ്. ആൻഡ് ബിസ്മത്ത് ആണ് ഒൺലി മെറ്റൽ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ അയണൈസേഷൻ എൻതാൽപ്പി കാരണം ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് കാരണമാണ് ഈ ഒരു ചേഞ്ച് നമുക്ക് ഡൗൺവേർഡ്സ് ദ ഗ്രൂപ്പ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ടോപ്പ് ടു ബോട്ടം ആ ഒരു ഗ്രൂപ്പിൽ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് അർസനിക് വരെ ഇൻക്രീസ് ആവും, പിന്നീട് ബിസ്മത്ത് വരെ അത് ഡിക്രീസ് ആവും. എക്സെപ്റ്റ് നൈട്രജൻ ബാക്കി എല്ലാ എലമെന്റ്സും എന്താണ്, അലോട്രോപിക് ഫോംസ് എക്സിബിറ്റ് ചെയ്യും. ഇനി ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ കോമൺലി നമ്മൾ കാണുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് -3 +3 ആൻഡ് +5 ആണ്. ഓക്കെ, അപ്പൊ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഡൗൺവേർഡ്സ് ദ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബിസ്മത്ത് വളരെയധികം ലെസ് ചാൻസേ ഉള്ളൂ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യാനായിട്ട്. ഇനി ഡൗൺവേർഡ്സ് ദ ഗ്രൂപ്പ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. ഒൺലി വെൽ ക്യാരക്ടറൈസ്ഡ് ബിസ്മത്ത് കോമ്പൗണ്ട് എന്ന് പറയുന്നത് BiF5 ആണ്. ഓക്കെ, ഇനി നൈട്രജൻ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്, +1 +2 ആൻഡ് +4 വെൻ ഇറ്റ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. ഫോസ്ഫറസ് എക്സിബിറ്റ് ചെയ്യുന്നത് +1 ആൻഡ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ഓക്സോ ആസിഡ്സ്. നൈട്രജന്റെ കേസ് പറയുകയാണെങ്കിൽ +1 to +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യും ആൻഡ് ടെൻഡ് ടു ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻ ആസിഡിക് സൊല്യൂഷൻ. ഇനി ഫോസ്ഫറസിന്റെ കേസിൽ എല്ലാ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യും ഇൻറ്റു +5 ആൻഡ് -3 ബോത്ത് ഇൻ ആൽക്കലൈ ആൻഡ് ആസിഡ്. ഇനി +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്തിന്റെ കേസിൽ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്രപ്പോർഷനേഷൻ. നൈട്രജന്റെ കേസ് വരുമ്പോഴത്തേക്കും അവിടെ കോവാലൻസി അപ് ടു 4 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് 4 ഓർബിറ്റൽസ് മാത്രമേ ബോണ്ടിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഹെവിയർ എലമെന്റ്സിന് വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് അവരുടെ ഓട്ടർമോസ്റ്റ് ഷെല്ലിലുണ്ട്. അത് നമുക്ക് ബോണ്ടിങ്ങിനായിട്ട് പിന്നീട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ നോക്കാം. അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നൈട്രജൻ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺസ് വരുന്നതൊക്കെയാണ് ഡ്യൂ ടു ഇറ്റ് സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. നൈട്രജന്റെ ഒരു യൂണിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി ആണ് ടു ഫോം p-pi മൾട്ടിപ്പിൾ ബോൺസ് വിത്ത് ഇറ്റ്സെൽഫ് ആൻഡ് വിത്ത് അതർ എലമെന്റ്സ് ഹാവിംഗ് സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഫോർ എക്സാമ്പിൾ വിത്ത് കാർബൺ ആൻഡ് ഓക്സിജൻ. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിലുള്ള ഹെവിയർ ആയിട്ടുള്ള എലമെന്റ്സ് p-pi ബോണ്ട് ഇങ്ങ് ഫോം ചെയ്യില്ല. ഓക്കെ, എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ അറ്റോമിക് ഓർബിറ്റൽസ് ലാർജ് ആയതുകൊണ്ടാണ് അവർ ഫോം ചെയ്യാത്തത്. നൈട്രജൻ ഡയറ്റോമിക് മോളിക്യൂൾ വിത്ത് ട്രിപ്പിൾ ബോണ്ട് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് വിത്ത് 2 ആറ്റംസ് ബിറ്റ്വീൻ ദം. അതിന്റെ ബോണ്ട് എൻതാൽപ്പി വാല്യൂ എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആയിരിക്കും. ഇനി ഫോസ്ഫറസ്, അർസനിക് ആൻഡ് ആന്റിമണി സിംഗിൾ ബോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ബിസ്മത്ത് മെറ്റാലിക് ബോൺസ് ആണ് എലമെന്റൽ സ്റ്റേറ്റിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ ബോണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ഫോസ്ഫറസ് ബോണ്ടിനെക്കാട്ടും വീക്കർ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആയിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഹൈ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് കാരണമാണ് ഇങ്ങനെ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആസ് എ റിസൾട്ട് കാറ്റിനേഷൻ ടെൻഡൻസി എന്ന് പറയുന്നത് നൈട്രജന്റെ കേസിൽ വീക്കർ ആയിരിക്കും. നൈട്രജന് p-pi ബോണ്ടിങ്ങും ഒരിക്കലും ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഫോസ്ഫറസ് ആൻഡ് അർസനിക്കിന് d-pi ബോണ്ടിങ് ഫോം ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഓൾസോ വിത്ത് ട്രാൻസിഷൻ മെറ്റൽസ് വെൻ ദർ കോമ്പൗണ്ട്സ് ആക്ട് ആസ് ലിഗാൻഡ്സ്. ഇനി നെക്സ്റ്റ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് 15 എലമെന്റ്സ് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്ന ആ ഒരു ടൈപ്പ് വരുന്നത് EH3 ടൈപ്പ് ആയിരിക്കും. E എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു നൈട്രജൻ ആവാം, ഫോസ്ഫറസ് ആവാം, അർസനിക് ആവാം, ബിസ്മത്ത് ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് ഹൈഡ്രൈഡ്സ്
NH3 തൊട്ട് BiH3 വരെ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് ക്ലിയർലി നമുക്കിത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ ഹൈഡ്രൈഡ്സിന്റെ റെഡ്യൂസിങ് ക്യാരക്ടർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി NH3 അമോണിയ എന്ന് പറയുന്നത് ഒരു മൈൽഡ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. BiH3 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ് ഹാലൈഡ്സിന്റെ കൂട്ടത്തിൽ. ഓക്കെ, ഇനി ഇവിടെ ബേസിസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഓർഡർ ആണ് പറഞ്ഞിരിക്കുന്നത്. NH3 ഗ്രേറ്റർ ദാൻ PH3 ഗ്രേറ്റർ ദാൻ AS H3 ഗ്രേറ്റർ ദാൻ SB H3 ഗ്രേറ്റർ ദാൻ or equal to BiH3. Then next റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ നോക്കുകയാണെങ്കിൽ എല്ലാ എലമെന്റ്സും രണ്ട് ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത് ഓഫ് ദി ടൈപ്പ് E2O3 ആൻഡ് E2O5. അപ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഓക്സൈഡ്സ് മോർ അസിഡിക് ആയിരിക്കും ദാൻ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള എലമെന്റ്സ്. ഓക്കെ, അവരുടെ അസിഡിക് ക്യാരക്ടർ ഗ്രൂപ്പിൽ ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. Then oxides of the type E2O3 of nitrogen and phosphorus എന്ന് പറയുന്നത് purely acidic ആണ്. Then that of arsenic and antimony amphoteric and those of bismuth basic ആയിരിക്കും. Then reactivity towards halogens. രണ്ട് type of halides ആണ് ഗ്രൂപ്പ് 15 elements ഫോം ചെയ്യുന്നത്. EX3 ടൈപ്പും EX5 ടൈപ്പും. ഇനി നൈട്രജൻ പെന്റാഹാലൈഡ്സ് ഫോം ചെയ്യില്ല ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ഇറ്റ്സ് വാലൻസ് ഷെൽ. ഇവിടെ പെന്റാഹാലൈഡ്സ് ആണ് മോർ കോവാലന്റ് ആയിട്ടുള്ളത് ദാൻ ട്രൈഹാലൈഡ്സ്. ഇനി എല്ലാ ട്രൈഹാലൈഡ്സും ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ് എക്സെപ്റ്റ് ദോസ് ഓഫ് നൈട്രജൻ. നൈട്രജന്റെ കേസിൽ only NF3 ഈസ് നോൺ ടു ബി സ്റ്റേബിൾ. ദെൻ റിയാക്ടിവിറ്റി ടുവേർഡ്സ് മെറ്റൽസ് നോക്കുകയാണെങ്കിൽ എല്ലാ എലമെന്റ്സും തന്നെ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരുടെ ബൈനറി കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അപ്പം അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ബൈനറി കോമ്പൗണ്ട്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -3 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കാൽഷ്യം നൈട്രേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, സിങ്ക് ആന്റിമോണൈഡ്, സോഡിയം ആർസനൈഡ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡൈനൈട്രജൻ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഡൈനൈട്രജൻ കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിക്വിഫാക്ഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എയർ വഴിയാണ്. ഓക്കെ, ലിക്വിഡ് ഡൈനൈട്രജൻ ആയിരിക്കും ഫസ്റ്റ് ഡിസ്റ്റിൽ ഔട്ട് ചെയ്യുന്നത്, പിന്നീട് അതിന്റെ പുറകെ ലിക്വിഡ് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ടാവും. ഓക്കെ, ലാബിൽ നമ്മൾ ഡൈനൈട്രജൻ പ്രിപ്പയർ ചെയ്യുന്നത് അക്വ സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് വെച്ചിട്ടാണ്. ഓക്കെ, അതായത് അമോണിയം ക്ലോറൈഡിനെ സോഡിയം നൈട്രേറ്റ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡൈനൈട്രജൻ ഗ്യാസ് ലാബ്സിലൊക്കെ കിട്ടുന്നത്. ആ ഒരു റിയാക്ഷനിൽ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടറും സോഡിയം ക്ലോറൈഡും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇംപ്യൂരിറ്റീസിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അക്വസ് സൾഫ്യൂരിക് ആസിഡ് ആ ഒരു ഗ്യാസിൽ കൂടി പാസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓൾസോ നമുക്കിത് അമോണിയം ഡൈക്രോമേറ്റിന്റെ തെർമൽ ഡീകമ്പോസിഷൻ വഴിയും ഈ ഒരു ഡൈനൈട്രജൻ ഗ്യാസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഡൈനൈട്രജൻ എന്ന് പറയുന്നത് ഓർഡർലെസ്, കളർലെസ്, ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു നോൺ ടോക്സിക് ഗ്യാസ് ആണ്. ഇതിന് രണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്സ് ആണുള്ളത്, N14 N15. ഇവരുടെ വാട്ടറിലുള്ള സോൾയുബിലിറ്റി എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. ഡൈനൈട്രജൻ റൂം ടെമ്പറേച്ചറിൽ ഇനേർട്ട് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ഹൈ ബോണ്ട് എൻതാൽപ്പി ഓഫ് നൈട്രജൻ നൈട്രജൻ ബോണ്ട്. ഓക്കെ, ഇനി അതിന്റെ റിയാക്ടിവിറ്റി റാപ്പിഡ് ആയിട്ട് ടെമ്പറേച്ചർ റൈസ് ആവുന്നതനുസരിച്ചിട്ട് റിയാക്ടിവിറ്റിയും ഇൻക്രീസ് ആവും. ഇനി ഡൈനൈട്രജൻ ഹൈഡ്രജനുമായിട്ട് ഓൾമോസ്റ്റ് ഒരു 773 കെൽവിനിൽ കമ്പൈൻ ചെയ്യും ഇൻ ദി പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ടു ഫോം അമോണിയ. ഓക്കെ, ഇനി ഡൈനൈട്രജൻ ഡൈ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും അറ്റ് ടെമ്പറേച്ചർ ഓഫ് 2000 കെൽവിൻ ടു ഫോം നൈട്രിക് ഓക്സൈഡ് ഗ്യാസ്. ഡൈനൈട്രജന്റെ മെയിൻ ആയിട്ടുള്ള ഒരു യൂസ് ആണ് നമ്മൾ അമോണിയ മാനുഫാക്ചറിൽ യൂസ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ കെമിക്കൽ ഇൻഡസ്ട്രി കണ്ടെയ്നിങ് നൈട്രജനിലൊക്കെ നമ്മൾ ഈ ഒരു ഡൈനൈട്രജൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇനേർട്ട് അറ്റ്മോസ്ഫിയർ റിക്വയർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ഡൈനൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലിക്വിഡ് ഡൈനൈട്രജൻ നമ്മൾ റെഫ്രിജറേറ്റേഴ്സിലൊക്കെ നമ്മൾ ഫുഡ് മെറ്റീരിയൽസിനെ പ്രിസർവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അമോണിയയുടെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പൊ അമോണിയ നമ്മുടെ എയറിൽ സ്മോൾ ക്വാണ്ടിറ്റീസിൽ പ്രസന്റ് ആയിട്ടുണ്ട് ആൻഡ് ഓൾസോ സോയിലും ഈ ഒരു അമോണിയ കണ്ടന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നമ്മൾ മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നൈട്രോജനസ് ഓർഗാനിക് മാറ്റർ, അതായത് യൂറിയയുടെ ഡീകേ വഴിയാണ് നമ്മൾ അമോണിയ കൂടുതലായിട്ടും പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അമോണിയ നമുക്ക് അമോണിയം സോൾട്സിൽ നിന്ന് സ്മോൾ സ്കെയിലിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ അമോണിയ സോൾട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മൾ കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഡീകമ്പോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീകമ്പോസ്ഡ് പ്രൊഡക്ട്സിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? അമോണിയയും വാട്ടറും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ക്ലോറൈഡ് അല്ലെങ്കിൽ സൾഫേറ്റ് ആയിട്ട് ആണ് നമുക്ക് ഡീകമ്പോസ്ഡ് പ്രൊഡക്ട്സ് കിട്ടുന്നത്. ഇനി ലാർജ് സ്കെയിലിൽ അമോണിയ മാനുഫാക്ചറിങ് ചെയ്യുന്നത് നമ്മൾ ഹേബേഴ്സ് പ്രോസസ്സ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റിയാക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നൈട്രജൻ ഗ്യാസ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 molecules ഓഫ് അമോണിയ ഗ്യാസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് ലേഷാലെ പ്രിൻസിപ്പിളിന് അക്കോർഡിംഗ് ആയിട്ടാണ്. ഹൈ പ്രഷർ ആണ് അമോണിയ ഫോർമേഷന് വേണ്ടിയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രഷർ അറൌണ്ട് 200 into 10⁵ പാസ്കൽ ആണ് അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒപ്റ്റിമം കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ ടെമ്പറേച്ചർ അറൌണ്ട് 700 കെൽവിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് അയൺ ഓക്സൈഡ് വിത്ത് സ്മോൾ എമൗണ്ട്സ് ഓഫ് പൊട്ടാസ്യം ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ഓക്സൈഡ്. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ആ ഒരു റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഇൻക്രീസ് ആവാനായിട്ടാണ് നമ്മൾ ഈ കാറ്റലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇനി അമോണിയ നമ്മൾ ഫെർട്ടിലൈസേഴ്സിന്, അതായത് നൈട്രോജനസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ യൂറിയയുടെ, അമോണിയം ഫോസ്ഫേറ്റിന്റെ, അമോണിയം സൾഫേറ്റിന്റെ, അമോണിയം നൈട്രേറ്റിന്റെ, ഇങ്ങനെയുള്ള എല്ലാ ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അമോണിയ കോമ്പൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ ലിക്വിഡ് അമോണിയ നമ്മൾ റെഫ്രിജറന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അമോണിയ എന്ന് പറയുന്നത് ഒരു കളർലെസ് ആയിട്ടുള്ള പഞ്ചന്റ് ഓഡർ അല്ലെങ്കിൽ ബാഡ് സ്മെൽ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ്. അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് വരുന്നത് 198.4ഉം ബോയിലിംഗ് പോയിന്റ് വന്നിട്ട് 239.7 കെൽവിനുമാണ്. ഇതാണ് അമോണിയയുടെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇവിടെ നൈട്രജൻ ഹൈഡ്രജൻ ആ ഒരു ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 101.7 പൈക്കോമീറ്റർ ആണ്. ദെൻ ഹൈഡ്രജൻ ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 107.8 ഡിഗ്രിയുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ അമോണിയ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മെയിൻലി ഇരിക്കുന്നത്. ഇനി ഇവർക്ക് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ആണുള്ളത്. അതിൽ ടോപ്പിൽ അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷനിൽ അല്ലെങ്കിൽ അപ്പെക്സിൽ വരുന്നത് നൈട്രജൻ ആറ്റം ആയിരിക്കും. ഓക്കെ, 3 ബോണ്ട് പെയർസ് ആണുള്ളത് ആൻഡ് 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു അമോണിയ എന്ന് പറയുന്നത് ഹൈലി സോലുബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് വാട്ടറിന്റെ പ്രസൻസിൽ. അക്വസ് സൊല്യൂഷനിൽ അത് വീക്ക്ലി ബേസിക് ആയിരിക്കും ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് OH+ അയോൺസ്. ഇനി ആസിഡ്സിന്റെ പ്രസൻസിൽ അത് അമോണിയം സോൾട്ട്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി വീക്ക് ബേസ് ആയതുകൊണ്ട് തന്നെ അത് ഹൈഡ്രോക്സൈഡ്സ്, പല മെറ്റൽസിന്റെയും ഹൈഡ്രോക്സൈഡ്സിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നൈട്രജൻ ആറ്റത്തിൽ, അതായത് അമോണിയയുടെ നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലൂയിസ് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് ഇലക്ട്രോൺ പെയർസിനെ ഡൊണേറ്റ് ചെയ്യും ആൻഡ് ഫോംസ് ലിങ്കേജ് വിത്ത് മെറ്റൽ അയോൺസ് ആൻഡ് ഫോർമേഷൻ ഓഫ് സച്ച് കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത്? മെറ്റൽ അയോൺ ഡിറ്റക്ഷനിലൊക്കെ നമ്മൾ ഈ ഒരു ഐഡിയയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ കുറച്ച് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ നോക്കാം. ഡൈനൈട്രജൻ ഓക്സൈഡ്, അതിന്റെ ഫോർമുല വരുന്നത് N2O ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. കളർലെസ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ഗ്യാസ് ആണ് ഡൈനൈട്രജൻ ഓക്സൈഡ്. ദെൻ നൈട്രജൻ മോണോക്സൈഡ് ഓർ NO ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2, കളർലെസ് ന്യൂട്രൽ ഗ്യാസ് ആണത്. ദെൻ ഡൈനൈട്രജൻ ട്രയോക്സൈഡ് ഓർ കെമിക്കൽ ഫോർമുല N2O3, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. ഇതൊരു ബ്ലൂ സോളിഡ് ആണ് ആൻഡ് ഈസ് അസിഡിക്. ദെൻ നൈട്രജൻ ഡയോക്സൈഡ് ഓർ NO2, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ വരുന്നത് ഇവിടെ +4 ആണ്. ഇറ്റ് ഈസ് എ ബ്രൗൺ ഗ്യാസ് ആൻഡ് ഈസ് അസിഡിക്. ദെൻ ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ഓർ N2O4, നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4. ഇതൊരു കളർലെസ് ആയിട്ടുള്ള സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആണ് ആൻഡ് ഈസ് അസിഡിക്. ദെൻ ഫൈനലി ഡൈനൈട്രജൻ പെൻഡോക്സൈഡ് ഓർ N2O5, ഇതിന്റെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +5 ആണ്. ഇതൊരു കളർലെസ് സോളിഡ് ആണ് ആൻഡ് ഈസ് അസിഡിക്. ദെൻ നെക്സ്റ്റ് ഓരോ ഓക്സൈഡ് ഓഫ് നൈട്രജന്റെയും റെസൊണൻസ് സ്ട്രക്ചറും അതിന്റെ ബോണ്ട് പാരാമീറ്ററും ആണ് പറഞ്ഞിരിക്കുന്നത്.
ഡൈനൈട്രജൻ ഓക്സൈഡ് അല്ലെങ്കിൽ N2 കൊണ്ട് റെസൊണൻസ് സ്ട്രക്ചർ ഇതാണ്. ലീനിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിന് വരുന്നത്. ഓക്കെ, അതിന്റെ ബോണ്ട് പാരാമീറ്റേഴ്സ്, അതായത് ഓരോ എലമെന്റ്സ് അല്ലെങ്കിൽ ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് പാരാമീറ്ററും ഇവിടെ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നൈട്രജൻ മോണോക്സൈഡ് അല്ലെങ്കിൽ എന്നോയുടെ റെസൊണൻസ് സ്ട്രക്ചർ ഇതാണ്. ഓക്കെ, അതിന്റെ ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് വരുന്നത്. ആൻഡ് നൈട്രജനും ഓക്സിജൻ ആറ്റവും തമ്മിലുള്ള ഒരു ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 115 പൈക്കോമീറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് ഡൈനൈട്രജൻ ട്രയോക്സൈഡ് അല്ലെങ്കിൽ N2O3 യുടെ റെസൊണൻസ് സ്ട്രക്ചർ ഇതാണ്. പ്ലനാർ സ്ട്രക്ചർ ആണ് ഇതിന് വരുന്നത്. ദെൻ നൈട്രജൻ ഡയോക്സൈഡ് അല്ലെങ്കിൽ NO2 ന് ആംഗുലർ സ്ട്രക്ചർ ആണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡൈനൈട്രജൻ ടെട്രാ ഓക്സൈഡ് അല്ലെങ്കിൽ N2O4 ന് പ്ലനാർ സ്ട്രക്ചർ ആണ്. ദെൻ ഫൈനലി ഡൈനൈട്രജൻ പെന്റാ ഓക്സൈഡിനും പ്ലനാർ സ്ട്രക്ചർ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നൈട്രിക് ആസിഡ് ആണ്. അപ്പൊ നൈട്രജൻ ഓക്സോ ആസിഡ്സ് ഫോം ചെയ്യുന്നത് ഓഫ് ദി ടൈപ്പ് H2N2O2 അല്ലെങ്കിൽ ഹൈപ്പോ നൈട്രസ് ആസിഡ് ആണ്, അല്ലെങ്കിൽ HNO2 ഓർ നൈട്രസ് ആസിഡ് ആവാം, അല്ലെങ്കിൽ HNO3 ഓർ നൈട്രിക് ആസിഡ് ആവാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് ഓർ HNO3 ആണ്. ഇനി നമ്മൾ ലാബ്സിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മളൊരു ഗ്ലാസ് റിട്ടോർട്ടിൽ എടുത്തിട്ട് അതിനെ നമ്മൾ സോഡിയം NO3 അല്ലെങ്കിൽ പൊട്ടാസ്യം NO3 വെച്ചിട്ട് ഹീറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ആണ് നൈട്രിക് ആസിഡ്. ഇനി ലാർജ് സ്കെയിലിൽ നമ്മൾ ഇതിനെ ഓസ്വാൾസ് പ്രോസസ്സ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് അമോണിയനെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിജന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുന്നു. Okay, in the presence of platinum അല്ലെങ്കിൽ rhodium gauge catalyst and also at 500 Kelvin or 9 atmospheric പ്രഷറിൽ നമ്മളിത് ചെയ്താൽ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് നൈട്രിക് ആസിഡ് അല്ല, നൈട്രിക് ഓക്സൈഡ് ആണ് NO എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ വാട്ടർ ഗ്യാസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു നൈട്രിക് ഓക്സൈഡ് പിന്നീട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ നൈട്രജൻ ഡയോക്സൈഡിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഫൈനലി നമുക്ക് HNO3 ഓർ നൈട്രിക് ആസിഡ് കിട്ടുന്നു. ഓക്കെ, നൈട്രിക് ആസിഡ് ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് വരുന്നത് 231.4 കെൽവിനും ബോയിലിംഗ് പോയിന്റ് വരുന്നത് 355.6 കെൽവിനുമാണ്. ഓക്കെ, ഇനി ലാബിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നൈട്രിക് ആസിഡിൽ ഓൾമോസ്റ്റ് അതിന്റെ മാസ് ഓഫ് നൈട്രിക് ആസിഡ് വരുന്നത് 68% ആണ്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.504. ഇതാണ് ഡയഗ്രാം, സ്ട്രക്ചറൽ ഡയഗ്രാം വരുന്നത്. പ്ലനാർ സ്ട്രക്ചർ ആണ് നൈട്രിക് ആസിഡിനുള്ളത് ഗാഷിയസ് സ്റ്റേറ്റിൽ. ഓക്കെ, ഇനി അക്വസ് സൊല്യൂഷനിൽ നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ആസിഡ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് അത് തരുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? ഹൈഡ്രോണിയം ആൻഡ് നൈട്രേറ്റ് അയോൺസ് ആണ് നമുക്ക് തരുന്നത്. ദെൻ നൈട്രിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് ഫോമിലാണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് അറ്റാക്സ് മോസ്റ്റ്ലി ഓൾ മെറ്റൽസ് എക്സെപ്റ്റ് നോബിൾ മെറ്റൽസ് സച്ച് ആസ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ഇനി ഓക്സിഡേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്ട്സ് ആ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡിനെ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് മെറ്റീരിയൽ, ഇതിനെല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി സിങ്ക് ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? N2O ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് കോൺസെൻട്രേറ്റഡ് ആസിഡുമായിട്ടാണ് സിങ്ക് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് NO2 ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ചില മെറ്റൽസ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൽ ഡിസോൾവ് ആവില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓക്സൈഡ് ഫിലിം ഫോർമേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കാത്തത്. ഇനി കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് നോൺ മെറ്റൽസിനെ ഓക്സിഡൈസ് ചെയ്യും. ആൻഡ് ഓൾസോ ആ ഒരു നോൺ മെറ്റൽസിന്റെ കോമ്പൗണ്ട്സിനെയും അത് ഓക്സിഡൈസ് ചെയ്യും. അയഡിൻ ഓക്സിഡൈസ്ഡ് ടു അയോഡിക് ആസിഡ് ആണ്. ദെൻ കാർബൺ ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡയോക്സൈഡ് ആണ്. ദെൻ സൾഫർ ടു ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ആൻഡ് ഫോസ്ഫർ ടു ഫോസ്ഫോറിക് ആസിഡും ആണ്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ടും നൈട്രേറ്റ്സിന്റെ കേസിലാണ് നമ്മളിത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് Fe2+ അയോൺസിന്റെ എബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് നൈട്രേറ്റ്സിനെ നൈട്രിക് ഓക്സൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി. ആൻഡ് ദെൻ ഇറ്റ് റിയാക്ട്സ് വിത്ത് Fe2+ ടു ഫോം എ ബ്രൗൺ കളേർഡ് കോംപ്ലക്സ്. അപ്പോൾ ഈ ഒരു
ടെസ്റ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് aqueous solution containing nitrate ioniലേക്ക് നമ്മൾ dilute ferrous sulfate solution ആഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഇതിന് ശേഷം നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡ് വഴി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ സൊല്യൂഷനും സൾഫ്യൂരിക് ആസിഡ് ലെയറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ബ്രൗൺ റിങ് അവിടെ ഇന്റർഫേസിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്രൗൺ റിങ് ആണ് നൈട്രേറ്റ് അയോണിന്റെ പ്രസൻസിനെ ആ സൊല്യൂഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു ബ്രൗൺ മെറ്റീരിയൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നൈട്രിക് ആസിഡിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഓഫ് അമോണിയം നൈട്രേറ്റ് ആണ്. അതായത് ഫെർട്ടിലൈസേഴ്സിന് ബാക്കിയുള്ള നൈട്രേറ്റ്സിനൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് നൈട്രോഗ്ലിസറിൻ, ട്രൈനൈട്രോടോലുവിൻ ആൻഡ് അതർ ഓർഗാനിക് നൈട്രോ കോമ്പൗണ്ട്സ്. ഓൾസോ നമ്മളിത് പിക്ലിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീലിനും മെറ്റൽ ഇച്ചിങ്ങിന് റോക്കറ്റ് ഫ്യൂവലിലൊക്കെ ഓക്സിഡൈസർ ആയിട്ടും നമ്മൾ നൈട്രിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോസ്ഫറസിന്റെ അലോട്രോപിക് ഫോംസ് നോക്കാം. 3 ടൈപ്പ് ഓഫ് അലോട്രോപിക് ഫോംസ് ആണ് ഫോസ്ഫറസിനുള്ളത്. വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ് ആൻഡ് ബ്ലാക്ക് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിന്റെ സ്ട്രക്ചർ ആണിത്. ഇതൊരു ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള വൈറ്റ് വാക്സി സോളിഡ് ആണെന്ന് നമുക്ക് പറയാം. പോയിസണസ് ആണത്, ഇൻസോൾബിൾ ഇൻ വാട്ടർ ആണ്, ബട്ട് സോൾബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. ഇത് ഡാർക്ക്നെസ്സിലൊക്കെ ഇത് ഗ്ലോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അലോട്രോപ്പ് ആണ് വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ബോയിലിംഗ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ ഡിസോൾവ് ആവും ആൻഡ് ഗീവ്സ് PH3. ഇവിടെ PH3 എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫീൻ ആണ്. ഇനി ഈ ഒരു വൈറ്റ് ഫോസ്ഫറസ് ലെസ് സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് തന്നെ അത് ബാക്കിയുള്ള സോളിഡ് ഫേസസിനെക്കാട്ടും മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു അലോട്രോപ്പ് ആണ്. ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് P4 മോളിക്യൂളിന്റെ ഒരു ആംഗുലർ സ്ട്രെയിൻ അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 60 ഡിഗ്രി മാത്രമാണ്. പിന്നെ ഇത് റെഡിലി ഫയറിനെ ക്യാച്ച് ചെയ്യും ഇൻ ദി പ്രസൻസ് ഓഫ് എയർ ടു ഗീവ് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഓഫ് P4O10. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് റെഡ് ഫോസ്ഫറസ് ആണ്. റെഡ് ഫോസ്ഫറസ് നമ്മൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? വൈറ്റ് ഫോസ്ഫറസിനെ 573 കെൽവിനിൽ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റെഡ് ഫോസ്ഫറസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി റെഡ് ഫോസ്ഫറസ് നമ്മൾ ഹൈ പ്രഷറിൽ ഹീറ്റ് ചെയ്താൽ ഒരു ബ്ലാക്ക് ഫോസ്ഫറസ് ഫേസ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. റെഡ് ഫോസ്ഫറസിന് ഒരു അയൺ ഗ്രേ ലെസ്ട്രസ് കളർ ആണുള്ളത്. ഓർഡർലെസ് ആണ്, നോൺ പോയിസണസ് ആണ്, ഇൻസോൾബിൾ ഇൻ വാട്ടർ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. ഓക്കെ, ഇനി റെഡ് സൾഫൈഡ് എന്ന് പറയുന്നത് റെഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് വൈറ്റ് ഫോസ്ഫറസിനെക്കാട്ടും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ആൻഡ് ദേ ഡു നോട്ട് ഗ്ലോ ഇൻ ദി ഡാർക്ക്. ഇവിടെ കാണിച്ചിരിക്കുന്നത് റെഡ് ഫോസ്ഫറസിന്റെ ഒരു സ്ട്രക്ചർ ആണ്. ഇനി ബ്ലാക്ക് ഫോസ്ഫറസിന് 2 ഫോംസ് ആണുള്ളത്, ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് നമ്മൾ റെഡ് ഫോസ്ഫറസിനെ ഒരു സീൽഡ് ട്യൂബിൽ 803 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ വൈറ്റ് ഫോസ്ഫറസിനെ 473 കെൽവിനിൽ ഹൈ പ്രഷറിൽ ഹീറ്റ് ചെയ്താൽ നമുക്കിത് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോസ്ഫീൻ ആണ്. അപ്പോൾ ഫോസ്ഫീനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കാൽഷ്യം ഫോസ്ഫൈഡിനെ വാട്ടർ അല്ലെങ്കിൽ ഡൈലൂട്ട് HCl വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഇനി ലാബ്സിലൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? വൈറ്റ് ഫോസ്ഫറസിന് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഫോസ്ഫീൻ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ഓൾസോ സോഡിയം ഹൈപ്പോസ്ഫോസ്ഫേറ്റും അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇനി പ്യുവർ ഫോമിൽ ഫോസ്ഫീൻ എന്ന് പറയുന്നത് ഒരു നോൺ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഇനി ഇത് ഇൻഫ്ലേമബിൾ ആവുന്നത് എപ്പോഴാണ്? P4 വേപ്പറിന് അല്ലെങ്കിൽ P2H4 വേപ്പേഴ്സിന്റെ പ്രസൻസിലാണ് ഇത് ഇൻഫ്ലേമബിൾ ആവുന്നത്. ഇതൊരു കളർലെസ് ഗ്യാസ് ആണ്. ഒരു ബാഡ് ഫിഷിന്റെ അല്ലെങ്കിൽ റോട്ടൺ ആയിട്ടുള്ള ഫിഷിന്റെ സ്മെല്ലാണ് ഇതിനുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഹൈലി പോയിസണസ്. ഇനി ഇത് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ലൈക്ക് HNO3, ക്ലോറിൻ, Br2 വേപ്പേഴ്സ് ഇതിന്റെയൊക്കെ പ്രസൻസിൽ ഇത് ഹൈലി എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് കൂടിയാണ്. ദേ ആർ ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ. ഇനി ഫോസ്ഫീൻ ഒരു വീക്ക്ലി ബേസിക് ആണ് ആൻഡ് ലൈക്ക് അമോണിയ ഇറ്റ് ഗീവ്സ് ഫോസ്ഫോണിയം കോമ്പൗണ്ട്സ് വിത്ത് ആസിഡ്സ്. നമ്മൾ ഹോംസ് സിഗ്നൽസിലൊക്കെ ഈ ഒരു സ്പോണ്ടേനിയസ് കമ്പഷൻ ഓഫ് ഫോസ്ഫീൻ ആണ് ടെക്നിക്കലി യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ആൻഡ് ഓൾസോ സ്മോക്ക് സ്ക്രീൻസിലും നമ്മൾ ഈ ഫോസ്ഫീൻ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോസ്ഫറസ് ഹാലൈഡ്സ് ആണ്. അപ്പോൾ ഫോസ്ഫറസ് രണ്ട് ടൈപ്സ് ഓഫ് ഹാലൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്, PX3 ടൈപ്പും PX5 ടൈപ്പും. ഓക്കെ, അപ്പോൾ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡിന്റെ കേസ് നമുക്ക് നോക്കാം ആദ്യമേ. ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഒരു പിരമിഡൽ ഷേപ്പ് ആണ് ഇവിടെ വരുന്നത്. ഫോസ്ഫറസ് ഇവിടെ sp3 ഹൈബ്രിഡൈസ്ഡും ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ഡ്രൈ ക്ലോറിനെ നമ്മൾ ഹീറ്റഡ് ആയിട്ടുള്ള വൈറ്റ് ഫോസ്ഫറസിൽ കൂടി പാസ് ചെയ്താൽ നമുക്ക് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് കിട്ടും. ഓൾസോ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് വൈറ്റ് ഫോസ്ഫറസിനെ നമ്മൾ തയോണൈൽ ക്ലോറൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചാലും നമുക്ക് ഈ ഒരു ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതൊരു കളർലെസ് ഓയിലി ആയിട്ടുള്ള ലിക്വിഡ് ആണ് ആൻഡ് ഹൈഡ്രലൈസസ് ഇൻ ദ പ്രസൻസ് ഓഫ് മോയിസ്ചർ. ഓക്കെ, ഇനി ഇത് OH ഗ്രൂപ്പ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് റിയാക്ട് ചെയ്യും. ഇനി ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു യെല്ലോവിഷ് വൈറ്റ് പൗഡർ ആണ്. മോയിസ്റ്റ് എയറിൽ അത് POCl3 അതിനെ ഡീകമ്പോസ് ചെയ്യും, ഹൈഡ്രലൈസ് ചെയ്യും ആൻഡ് ഫൈനലി ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫറസ് പെന്റാക്ലോറൈഡിനെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? വൈറ്റ് ഫോസ്ഫറസിനെ എക്സസ് ആയിട്ടുള്ള ഡ്രൈ ക്ലോറിൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്കിത് കിട്ടും. ആൻഡ് ഓൾസോ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഫോസ്ഫറസിനെ SO2Cl2 വെച്ചിട്ട് പ്രിപ്പയർ ചെയ്താലും നമുക്ക് ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി PCl5നെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അത് ഡീകമ്പോസ് ആവും സ്ട്രോങ് ഹീറ്റിംഗിൽ. ഓൾസോ ഇറ്റ് റിയാക്ട്സ് വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് OH ഗ്രൂപ്പ് ആൻഡ് ഫൈനലി അത് ക്ലോറോ ഡെറിവേറ്റീവ്സിലേക്ക് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള മെറ്റൽസ് PCl5 വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോറൈഡ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ PCl5ന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇവിടെ 3 ഇക്വറ്റോറിയൽ PCl ബോൺസ് ഇക്വലന്റ് ആണ്, പക്ഷെ 2 ആക്സിയൽ ബോൺസ് എന്താണ് ഇക്വറ്റോറിയൽ ബോൺസിനെ കാട്ടും ലോങ്ങർ ആയിട്ടുള്ള ബോൺസ് ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ മറ്റു പല ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെയും സിന്തസിസിന് യൂസ് ചെയ്യുന്നുണ്ട് PCl5. സോളിഡ് സ്റ്റേറ്റിൽ ഇത് അയോണിക് സോളിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഫോസ്ഫിനിക് അല്ലെങ്കിൽ ഹൈപ്പോ ഫോസ്ഫറസ് ആണ്. അതിന്റെ ഫോർമുല വരുന്നത് H3PO2 ആൻഡ് ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അപ്പൊ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ബോൺസും അതിന്റെ ബോണ്ട് നമ്പറും ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓരോ ഓക്സോ ആസിഡിന്റെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോസ്ഫോണിക് അല്ലെങ്കിൽ ഓർത്തോ ഫോസ്ഫറസ് എന്ന് പറയും, H3PO3. ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +3 ആണ്. ഇവിടെ 2 POH ബോണ്ട്, ഒരു PH ബോണ്ട് ആൻഡ് ഒരു P ഡബിൾ ബോണ്ട് O ബോണ്ടും ആണ് ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പൈറോഫോസ്ഫറസ്, ഹൈപ്പോഫോസ്ഫോറിക്, ഓർത്തോഫോസ്ഫോറിക്, പൈറോഫോസ്ഫോറിക് ആൻഡ് ഫൈനലി മെറ്റാഫോസ്ഫോറിക്. ഓക്കെ, ഈ ഒരു ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മുടെ ടോപ്പിക്സ് ഡിസ്കഷൻ. താങ്ക് യു.